ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമ്മ് ഫെബ്രുവരി 2026 നടന്ന 2023 ജൂലൈ അഡ്മിഷൻ ഫോർത്ത് സെമ്മ് പേപ്പറായിട്ടുള്ള കണ്ടംപററി വേൾഡ് സെലക്ട് തീംസ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മറ്റു വ്യത്യസ്ത സെഷനുകളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പോൾ അതിനൊന്ന് ചെറിയ രീതിയിലൊന്ന് വിശദീകരിച്ച് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലൊന്ന് ചെറിയ രീതിയിലൊരു PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കാം. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കൂടെ ഇതിൻ്റെ മുമ്പ് പറയാണ്. നമ്മൾ 1-2 വർഷത്തെ PYQ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി ആൻസർ ചെയ്ത് എക്സാമിന് പോയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടാണ് ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് 2026 ഫെബ്രുവരിയിലാണ് എക്സാം നടക്കുന്നത്. 2023 ജൂലൈ അഡ്മിഷനാണ്. കുറച്ച് വൈകിട്ടാണ് ഫോർത്ത് സെമ്മ് എക്സാമുകൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര ഡിലേ വന്നിട്ടുള്ളത്. ഓക്കെ, സെഷൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 15 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത് ബഗ്ദാദ് പാക്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പോസ്റ്റ് വാർ അലയൻസ് അത് എന്ത് പേരിലാണ് പിന്നീട് അത് അറിയപ്പെട്ടത് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സെൻഡോ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. അത് 1955 ബ്രിട്ടൻ, ഇറാഖ്, ഇറാൻ, തുർക്കി, പാകിസ്ഥാൻ എന്നിവർ ചേർന്നിട്ടാണ് ഈ ബഗ്ദാദ് പാക്റ്റ് രൂപീകരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നുള്ളത് മധ്യപൂർവേഷ്യയിലെ സോവിയറ്റ് യൂണിയൻ്റെ സ്വാധീനം, അതായത് കമ്മ്യൂണിസ്റ്റ് സ്വാധീനം തടയുക എന്നുള്ളതായിരുന്നു ഈ ബഗ്ദാദ് പാക്റ്റ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. പക്ഷേ 1959 ആയപ്പോഴേക്ക്, 55 രൂപീകരിച്ച് 59 ആയപ്പോഴേക്ക് ഇറാഖ് പിന്മാറിയതോടുകൂടെ ഇതിന് സെൻഡോ എന്ന പേര് വന്നു. അതായത് ഈ ബഗ്ദാദ് പാക്റ്റ് എന്നുള്ളത് പേര് മാറ്റിയിട്ട് 1959 എന്ത് വരുന്നത്, സെൻഡോ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന പേര് വരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യനാണ് ബെർലിൻ വാൾ അത് നിർമ്മിക്കുന്നത് ഏത് വർഷത്തിലാണ് എന്നുള്ളതാണ്. 1961 ബെർലിൻ വാൾ നിർമ്മിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നുള്ളത് ശീതയുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലായിരുന്ന ഈസ്റ്റ് ജർമ്മനിയിൽ നിന്നും ആളുകൾ ക്യാപിറ്റലിസ്റ്റ് ചേരിയിലുള്ള വെസ്റ്റ് ബെർലിനിലേക്ക് പലായനം ചെയ്യുന്നത് തടയാൻ 1961 ഓഗസ്റ്റിലാണ് ഈ മതിൽ നിർമ്മിക്കുന്നത്. ശീതയുദ്ധം വളരെയധികം കൊടുമ്പിരി കൊണ്ട ഒരു സമയത്ത് ഈ ഈസ്റ്റ് ജർമ്മനി പ്രധാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്നു. അതുപോലെ തന്നെ വെസ്റ്റ് ജർമ്മനി ക്യാപിറ്റലിസ്റ്റ് ചേരിയിലായിരുന്നു. അപ്പോൾ ഈസ്റ്റ് ജർമ്മനിയിൽ നിന്നും ക്യാപിറ്റലിസ്റ്റ് ചേരിയിലുള്ള വെസ്റ്റ് ബെർലിനിലേക്ക് പലായനം ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് 1961 ഓഗസ്റ്റിൽ ഈ മതിൽ നിർമ്മിക്കുന്നത്. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് NAM അത് ഏത് വർഷത്തിലാണ് സ്ഥാപിക്കപ്പെടുന്നത് എന്നാണ്. 1961 NAM എന്ന് പറഞ്ഞാൽ നോൺ അലൈഡ് മൂവ്മെൻറ്റ്, അതായത് ചേരാ പ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. 1961 അത് സ്ഥാപിക്കുന്നത്. അത് ബെൽഗ്രേഡ് സമ്മിറ്റ് എന്നും അതിന് പേരുണ്ട്. ഓക്കെ, ഒന്നാം ഉച്ചകോടി യുഗോസ്ലാവാക്യയിലെ ബെൽഗ്രേഡിൽ നടന്നു. അന്നാണ് ഈ നോൺ അലൈഡ് മൂവ്മെൻറ്റ് സ്ഥാപിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, ഇന്ത്യയിൽ നിന്നുള്ള നേതാവാണ് ജവഹർലാൽ നെഹ്റു. മറ്റു നേതാക്കളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു, ബ്രോസ് ടിറ്റോ യുഗോസ്ലോവാക്യ, അതുപോലെ തന്നെ ജമാൽ അബ്ദുൽ നാസർ ഈജിപ്ത്, സുക്രാന ഇന്തോനേഷ്യ, അതുപോലെ തന്നെ ക്വാമെ എൻക്രൂമ ഘാന. ഇവരെക്കുറിച്ചുള്ള പല നിലക്കുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ശേഷം വരുന്ന 1-2 ക്വസ്റ്റ്യൻസിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ നോൺ അലൈഡ് മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ശീതയുദ്ധകാലത്ത് അമേരിക്കക്കാർ സോവിയറ്റ് ശക്തി ബ്ലോക്കുകളിൽ നിന്ന് പ്രധാനപ്പെട്ട 2 ചേരികളാണല്ലോ ശീതയുദ്ധ കാലത്തുണ്ടായിരുന്നത്. ഒന്ന് അമേരിക്കൻ ചേരി, മറ്റൊന്ന് സോവിയറ്റ് ചേരി. ഇതിലൊന്നിലും പങ്കെടുക്കാതെ അതിൽ നിന്ന് മാറി സഞ്ചരിക്കുക എന്നുള്ളത്. മറ്റൊന്ന് സാമ്രാജ്യത്വം, കൊളോണിയലിസം, വർണ്ണവിവേചനം എന്നിവയെ ശക്തമായി എതിർക്കുക. ലോകസമാധാനം, നിരായുധീകരണം, സാമ്പത്തിക വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ പുതുതായി സ്വാതന്ത്ര്യം നേടിയ ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പരമാധികാരത്തെ സംരക്ഷിക്കുക. ഇതൊക്കെയായിരുന്നു 1961 സ്ഥാപിതമായ
ചേരിചേര, അതായത് നോൺ അലൈഡ് മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്നുള്ളത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്, വിച്ച് കൺട്രീസ് വർ ഇൻവോൾവ്ഡ് ഇൻ 6 ഡേ വാർ ഓഫ് 1967? ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു 1967 നടന്ന 6 ഡേ വാർ എന്നുള്ളത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം, വെറും 6 ദിവസം, 1967 ജൂൺ 5 മുതൽ ജൂൺ 10 വരെ തുടങ്ങിയ കുറഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ഇസ്രായേലും അറബ് രാജ്യങ്ങളും. ഈ അറബ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഈ പറയപ്പെട്ട 3 രാജ്യങ്ങൾ ഒരു ഭാഗത്തും ഇസ്രായേൽ മറുഭാഗത്തും. ഈ ഒരു യുദ്ധത്തിൻ്റെ അനന്തരഫലമുണ്ടായത് സീനായ് പെനിൻസുല, ഗസ സ്ട്രിപ്പ്, വെസ്റ്റ് ബാങ്ക്, ഗോലൻ കുന്നുകൾ എന്നിവ ഇസ്രായേൽ ഈ പറയപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു, പിടിച്ചെടുത്തു. മറ്റൊരു ക്വസ്റ്റ്യൻ, ഹു വാസ് ജമാൽ അബ്ദുൽ നാസർ? ആരാണ് ജമാൽ അബ്ദുൽ നാസർ എന്നുള്ളത്? ഈജിപ്തിൻ്റെ 2ാമത്തെ പ്രസിഡൻ്റാണ് ജമാൽ അബ്ദുൽ നാസർ. ഈജിപ്തിൻ്റെ 2ാമത്തെ പ്രസിഡന്റ്. 1956 മുതൽ 70 വരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. മാത്രമല്ല അദ്ദേഹം ഒരു പ്രശസ്തനായ അറബ് നാഷണലിസ്റ്റ് ലീഡറായിരുന്നു. സൂയസ് കനാലിൻ്റെ ദേശീയവൽക്കരണം 1956 നടത്തിയത് ആരാണ്? ജമാൽ അബ്ദുൽ നാസറാണ്. ഈജിപ്തിനെ ആധുനികവൽക്കരിക്കുന്നതിനും വികസനത്തിനും നേതൃത്വം നൽകിയ ഒരു വളരെ പ്രസിദ്ധനായ ഒരു അറബ് നാഷണലിസ്റ്റ് ലീഡറായിരുന്നു ആര്? ജമാൽ അബ്ദുൽ നാസർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സ്ഥാപകരിൽ ഒരാളും കൂടെ ആയിരുന്നു ആര്? ജമാൽ അബ്ദുൽ നാസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് NPT? നോക്കാം. ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി, അതായത് അണുവായുധ വ്യാപന നിരോധന കരാർ എന്നുള്ളതാണ് NPT കൊണ്ടുള്ള ഉദ്ദേശം. അതായത് അണുവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനും പൂർണ്ണമായ ആണവ നിരായുധീകരണത്തിനു വേണ്ടി 1968 ഒപ്പുവെക്കുകയും 1970 പ്രാബല്യത്തിൽ വരികയും ചെയ്ത ഒരു അന്താരാഷ്ട്ര കരാറാണിത്, ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്നുള്ളത്. മറ്റൊന്ന്, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഉള്ള UN ബോഡി ഏതാണ് എന്നുള്ളതാണ്. അതാണ് UNFCCC, യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതായത് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രധാന ഒരു UN ഏജൻസിയാണ് ഇത്, UNFCCC. 1992 ഇതെന്ത് ചെയ്യുന്നത്, രൂപീകരിക്കപ്പെടുന്നത്. 1994 ഇത് പ്രാബല്യത്തിൽ വന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നുള്ളത് ഹരിതഗൃഹവാതകങ്ങളുടെ വ്യാപനം കുറയ്ക്കുകയും ആഗോള താപന വർധനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ഈ UNFCCയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഹൂ ലെഡ് ദ നാഷണൽ പാർട്ടി ഇലക്റ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ഇൻ 1948? 1948 സൗത്ത് ആഫ്രിക്കയിൽ നാഷണൽ പാർട്ടി അധികാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെ നയിച്ചത് ആരാണ് എന്നുള്ളതാണ്. അതും DF മലാൻ. 1948 മുതൽ 1954 വരെ ദക്ഷിണാഫ്രിക്കയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? DF മലാൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വർണ്ണ വിവേചന നയം, അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പാർത്തീഡ്, അതായത് വർണ്ണ വിവേചന നയം, അത് ഔദ്യോഗിക സർക്കാർ നയമായി നടപ്പിലാക്കി. അത് പ്രകാരം വെള്ളക്കാരും കറുത്ത വർഗ്ഗക്കാരും ഉൾപ്പെടെയുള്ള വിവിധ വംശീയ വിഭാഗങ്ങളെ പരസ്പരം എന്ത് ചെയ്തു, വേർതിരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം ദക്ഷിണാഫ്രിക്കയിലെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട വർണ്ണ വിവേചനത്തിൻ്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ DF മലാനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, വർണ്ണ വിവേചന നയം, അതായത് അപ്പാർത്തീഡ്. അത് ഔദ്യോഗിക സർക്കാർ നയമായി നടപ്പിലാക്കിയ ദക്ഷിണാഫ്രിക്കൻ പ്രധാനമന്ത്രിയാണ് ആര്? DF മലാൻ. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് നാഷണൽ പാർട്ടി. ഓക്കെ. മറ്റൊരു ക്വസ്റ്റ്യൻ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാണ് സ്ഥാപിച്ചത്? ചെൻ ദ്യൂഷു, അതുപോലെ തന്നെ ലീ തെചാവോ എന്നിവരാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതായത് CCPയുടെ പ്രധാന സ്ഥാപകർ. 1921 ഷാങ്ഹാങ്ങിൽ വെച്ചാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുന്നത്. പിൽക്കാലത്ത് അതിൻ്റെ നേതൃത്വത്തിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് മാവോ സേതുങ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടി ചൈനയിൽ അധികാരം പിടിച്ചെടുത്തു. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, കാമേ എൻക്രൂമ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ആഫ്രിക്കൻ രാജ്യം അത് ഏതാണ് എന്നുള്ളതാണ്. ഘാന. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് 1957 ഘാനയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത സ്വാതന്ത്ര്യ സമര നേതാവാണ് ആര്? ക്വാമെ എൻക്രൂമ. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഘാന അറിയപ്പെട്ടിരുന്ന പേര്
ഗോൾഡ് കോസ്റ്റ് എന്ന പേരിലായിരുന്നു. അതൊരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് എക്സാമിനൊക്കെ വൺ വേർഡിലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണിത്, ഗോൾഡ് കോസ്റ്റ് എന്നുള്ളത്. കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്ന ആദ്യ സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യമായിരുന്നു ഘാന. ഈ സബ് സഹാറൻ ആഫ്രിക്കൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള രാജ്യങ്ങൾക്കാണ് സബ് സഹാറൻ ആഫ്രിക്കൻ കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം സ്വാതന്ത്ര്യം നേടുന്ന ആഫ്രിക്കൻ രാജ്യമായിരുന്നു ഇത് ഘാന എന്നുള്ളത്. മറ്റൊന്ന്, ശ്രീലങ്ക ഇൻഡിപെൻഡൻസ് ആകുന്ന വർഷം 1948 ഫെബ്രുവരി 4 ശ്രീലങ്ക. അന്ന് ആ ശ്രീലങ്ക അറിയപ്പെട്ടിരുന്നത് സിലോൺ എന്നാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഈ അവാമി ലീഗ് എന്നുള്ളത് അതിൻ്റെ ആദ്യ പേര്, പിൽക്കാലത്ത് അത് അവാമി ലീഗ് എന്നറിയപ്പെട്ടു. അതിൻ്റെ ആദ്യ രൂപം ഏതായിരുന്നു എന്നുള്ളതാണ്. ഈസ്റ്റ് പാകിസ്ഥാൻ അവാമി മുസ്ലിം ലീഗ് എന്നായിരുന്നു അതിൻ്റെ പേര്. 1949 ഈസ്റ്റ് പാകിസ്ഥാൻ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലാണ് അവാമി ലീഗ് രൂപീകരിക്കപ്പെടുന്നത്. 1955 ഈ പാകിസ്ഥാൻ അവാമി മുസ്ലിം ലീഗ് എന്ന പേര് മാറ്റി അവാമി ലീഗ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1971 കിഴക്കൻ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് ആയതിന് നേതൃത്വം നൽകിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു ഇത് ഈസ്റ്റ് പാകിസ്ഥാൻ അവാമി മുസ്ലിം ലീഗ് എന്നുള്ളത്. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ പിന്നീട് ഈ പാർട്ടിയുടെ പ്രധാന നേതാവായി മാറുകയും ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. അപ്പോൾ ബംഗ്ലാദേശിനെ വിമോചനത്തിലേക്ക് പാകിസ്ഥാൻ രാജ്യത്തിൽ നിന്ന് മാറ്റൊരു പുതിയ രാജ്യം രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരാണിത് അവാമി ലീഗ്. സ്ഥാപിക്കുന്നത് 1949 1955 പേര് മാറ്റി 1971 കിഴക്കൻ പാകിസ്ഥാൻ, അതായത് ബംഗ്ലാദേശ് സ്വതന്ത്രമായി. മറ്റൊരു ക്വസ്റ്റ്യൻ, ഈ യൂറോപ്യൻ യൂണിയൻ്റെ മുൻകാല സംഘടന രൂപം എന്തായിരുന്നു എന്നുള്ളതാണ്. അതാണ് EEC, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്നുള്ളതായിരുന്നു. 1957 ട്രീറ്റി ഓഫ് റോം വഴിയാണ് ഈ EEC സ്ഥാപിതമാകുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അംഗരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണവും അതുപോലെ തന്നെ പൊതുവിപണിയും സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. 1993 മാസ്ട്രിക്റ്റ് ട്രീറ്റി പ്രാബല്യത്തിൽ വന്നതോടുകൂടെ EEC, അതായത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്നുള്ളത് യൂറോപ്യൻ യൂണിയൻ EU ആയി മാറി. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ ആയി മാറുന്നത് 1993. അതിൻ്റെ ആദ്യ രൂപമായിട്ടുള്ള EEC സ്ഥാപിക്കുന്നത് 1957 ട്രീറ്റി ഓഫ് റോം വഴിയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഇറാഖിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു 1991 ഗൾഫ് വാർ നടക്കുന്ന സമയത്ത്? അത് സദ്ദാം ഹുസൈൻ. 1990 ഇറാഖ് കുവൈത്തിനെ ആക്രമിക്കുന്നത്. ആ സമയത്ത് കുവൈത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ളൊരു സഖ്യസേന ഇറാഖിനെതിരെ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, അതായത് ഒന്നാം ഗൾഫ് യുദ്ധം നടക്കുന്നത് 1991. ആ സമയത്ത് ഇറാഖിൻ്റെ പ്രസിഡൻ്റായിരുന്നത് സദ്ദാം ഹുസൈനാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം. അത് ഒന്നാം ഗൾഫ് യുദ്ധം എന്നറിയപ്പെടുന്നു. 1991 നടക്കുന്നത്. അതിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ഇറാഖിൻ്റെ ഭാഗത്ത് അന്ന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇറാഖിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത് സദ്ദാം ഹുസൈനാണ്. അത് പ്രധാനമായിട്ടും ഇറാഖും കുവൈത്തും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് IMF ആൻഡ് വേൾഡ് ബാങ്ക്. IMF എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഏത് സിസ്റ്റമാണ് ഈ IMFൻ്റെയും അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൻ്റെയും രൂപീകരണത്തിന് കാരണമായി തീർന്നത്? അതിന് ആൻസർ വരുന്നത് ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റം. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി 1944 അമേരിക്കയിലെ ബ്രെട്ടൺ വുഡ്സിൽ വെച്ച് നടന്ന ഒരു കോൺഫറൻസ്, അതിൻ്റെ ഫലമായിട്ടാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതായത് IMF അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് സ്ഥാപിതമായത്. ഇത്രയൊക്കെയാണ് ഈ ഫസ്റ്റ് സെക്ഷനുമായി ബന്ധപ്പെട്ട് 2023 ഇൻടേക്ക് ഫെബ്രുവരി 2026 നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്.